നമസ്കാരം. ഇന്നത്തെ ചരിത്ര വിവരണത്തിലേക്ക് സ്വാഗതം. ഒന്നാം ലോകമഹായുദ്ധം, മനുഷ്യചരിത്രത്തിലെ കറുത്ത അധ്യായം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. ലോകം പുതിയൊരു യുഗത്തിലേക്ക് ഉണരുകയായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് 1914-ൽ ഒരു വെടിയുണ്ട ലോകത്തിന്റെ ഗതി മാറ്റിവരച്ചു. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് സരാജേവോയിൽ വെച്ച് വെടിയേറ്റു വീണപ്പോൾ അത് കേവലമൊരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. സെർബിയയും ഓസ്ട്രിയയും തമ്മിലുള്ള തർക്കം നിമിഷനേരം കൊണ്ട് യൂറോപ്പിലെ വൻ ശക്തികളെ തമ്മിലടിപ്പിച്ചു. ജർമ്മനിയും ഓട്ടോമൻ സാമ്രാജ്യവും ഉൾപ്പെട്ട സെൻട്രൽ പവേഴ്സും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചേർന്ന അലൈഡ് പവേഴ്സും നേർക്കുനേർ നിന്നു. ആയിരക്കണക്കിന് യുവാക്കൾ ആവേശത്തോടെ യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. ക്രിസ്മസിനു മുമ്പ് വിജയികളായി തിരിച്ചെത്താമെന്നായിരുന്നു അവരുടെ മോഹം. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. നീണ്ട 4 വർഷങ്ങൾ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നത് മണ്ണിൽ കുഴിച്ച ട്രെഞ്ചുകൾക്കുള്ളിലായിരുന്നു. ചെളിയും രോഗങ്ങളും വിശപ്പും മരണവും നിറഞ്ഞ ആ നരകത്തിൽ ഓരോ ദിവസവും ഓരോ യുഗമായിരുന്നു. നോമാൻസ് ലാൻഡ് എന്നറിയപ്പെട്ട ആ വിജനഭൂമിയിൽ 10,000 പിടഞ്ഞു വീണു. സാങ്കേതികവിദ്യ മരണത്തിന്റെ പുതിയ രൂപങ്ങൾ നിർമ്മിച്ചു. വിഷവാതകം ശ്വാസകോശങ്ങളെ തകർത്തു. ടാങ്കുകൾ ഭൂമിയെ കീഴ്പ്പെടുത്തി. വിമാനങ്ങൾ ആകാശത്തുനിന്ന് മരണം വിതറി. ഇതിനിടയിൽ പട്ടിണിയും ദാരിദ്ര്യവും സാധാരണക്കാരെ പിടിച്ചുലച്ചു. 1917-ൽ അമേരിക്ക യുദ്ധത്തിൽ ചേർന്നതോടെ സഖ്യകക്ഷികൾക്ക് പുതിയ കരുത്ത് ലഭിച്ചു. അതേസമയം ആഭ്യന്തര വിപ്ലവം റഷ്യയെ പിൻവലിച്ചു. ഒടുവിൽ 1918 നവംബർ 11 രാവിലെ 11 മണിക്ക് പീരങ്കികൾ നിശബ്ദമായി. യുദ്ധം അവസാനിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രാജ്യങ്ങളുടെ അതിരുകൾ മാറി. സാമ്രാജ്യങ്ങൾ തകർന്നു വീണു. ജർമ്മനിക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വേഴ്സായ് ഉടമ്പടി സമാധാനത്തിനു പകരമായി പ്രതികാരത്തിന്റെ കനലുകളാണ് ബാക്കിവെച്ചത്. ആ കനലുകളാണ് പിന്നീട് 2-ാം ലോകമഹായുദ്ധത്തിന് കാരണമായതും. ഈ യുദ്ധം നമുക്ക് നൽകുന്ന പാഠം ഒന്നുമാത്രം: യുദ്ധത്തിൽ വിജയികളില്ല, എല്ലാവരും പരാജിതരാണ്. മനുഷ്യത്വം തോറ്റുപോകുന്ന ഈ കളി ഇനിയൊരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. സമാധാനത്തിന്റെ വില നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വരാനിരിക്കുന്ന തലമുറകൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പാഠം. ചരിത്രപരമായ പ്രാധാന്യം